നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2-ാമത്തെ അധ്യായത്തിലെ 52 ശ്ലോകങ്ങളാണ് നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 53-ാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് ആരംഭിക്കാം. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. ഒന്നുകൂടി. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധി തദാ യോഗമവാപ്സ്യസി. ശ്രുതി വിപ്രതിപന്ന, വൈദികവും ലൗകികവുമായ അനേകം ഉപദേശങ്ങൾ കേട്ട് ഭ്രമിച്ചിരിക്കുന്ന തേ ബുദ്ധി, നിന്റെ ബുദ്ധി, യഥാ സമാധൗ, എപ്പോഴാണോ സമാധിയിൽ അല്ലെങ്കിൽ ധ്യാനമണ്ഡലത്തിൽ, നിശ്ചല അചല സ്ഥാസ്യതി, നിശ്ചലവും ഏകാഗ്രവുമായി നിൽക്കുന്നത്, തഥാ അപ്പോൾ, യോഗം അവാപ്സ്യസി, നീ യോഗത്തെ പ്രാപിക്കുന്നു. അതായത് അപ്പോഴാണ് നിനക്ക് യോഗനിഷ്ഠ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ മനസ്സ് പല വിധത്തിലുള്ള ഉപദേശങ്ങൾ, അത് ലൗകികവുമാവാം അല്ലെങ്കിൽ വൈദികമാവാം, അങ്ങനെയുള്ള പല ധർമ്മോപദേശങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള വിഷയസുഖങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഭ്രമിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആ നിന്റെ മനസ്സ് എപ്പോഴാണോ ധ്യാനത്തിൻ്റെ ആനന്ദത്തിൽ സുസ്ഥിരമായി തീരുന്നത്, അപ്പോൾ നിനക്ക് യോഗനിഷ്ഠ ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് അത് സമാധി എന്നുള്ള അവസ്ഥയെ പ്രാപിക്കും. ഈ സമാധി എന്ന് വെച്ചാൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യം, അതിനാണ് പറയുന്നത്. ഇത്ര കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് ഒരു സംശയം തോന്നുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തില്. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. ഒരു വട്ടം കൂടി. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്ഥസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുനൻ ചോദിച്ചു, കേശവ, അല്ലയോ കേശവ, സമാധിസ്ഥസ്യ സ്ഥിതപ്രജ്ഞസ്യ, സമാധിയിലിരിക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ ഭാഷാ കാ, ലക്ഷണം എന്താണ്? സ്ഥിതധീ കിം പ്രഭാഷേത, സ്ഥിതപ്രജ്ഞൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? കിം ആസീത കിം വ്രജേത, അദ്ദേഹം എങ്ങനെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് അർജുനൻ ചോദിച്ചത്. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിങ്ങനെ പല വിഷയങ്ങളിലും പറന്ന് നടക്കും. ആ മനസ്സിനെ ഇങ്ങനെ ആത്മാഭിമുഖമാക്കി തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൊരു സംശയം തോന്നി. ഇങ്ങനെ മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് സമാധിയിലിരിക്കുന്ന ആ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ് എന്ന് വെച്ചാൽ, സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാളെ കണ്ടാൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അങ്ങനെയുള്ള ഒരാൾ ഏത് ഭാവത്തിലാണ് ഇരിക്കുന്നത്? അതായത് ഒരു സ്ഥിതപ്രജ്ഞന്റെ എല്ലാതും പെരുമാറ്റവും സംഭാഷണവും ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് അർജുനൻ ചോദിച്ചത്. അതിന് മറുപടിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും സ്ഥിതപ്രജ്ഞത്വം നേടാനുള്ള മാർഗങ്ങളും വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണമാണ് പറയുന്നത്. ശ്രീ ഭഗവാനുവാച പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ഒന്നുകൂടി. പ്രജഹാതി യദാ കാമാൻ
സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവാത്മനാ തുഷ്ട സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. പാർത്ഥ, അർജുന എന്ന് വിളിച്ചു. യഥാ മനോഗതാൻ സർവാൻ കാമാൻ പ്രജഹാതി, എപ്പോഴാണോ മനസ്സിൽ ഉള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുന്നത്, തഥാ അപ്പോൾ, ആത്മനാ ആത്മനി ഏവ തുഷ്ട, ആത്മാവ് കൊണ്ട് ആത്മാവിൽ സന്തോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളെയാണ് സ്ഥിതപ്രജ്ഞ ഉച്യത്തെ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ സ്ഥിതപ്രജ്ഞ ശബ്ദത്തിന് ഇത്രയും പ്രസിദ്ധി കിട്ടിയത് ഭഗവത്ഗീതയിലൂടെയാണ് എന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും. അത് മുഴുവനും മാറ്റിയിട്ട് ആത്മാവ് കൊണ്ട് തന്നെ ആത്മാവില് ആ സന്തോഷം, സംതൃപ്തി ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ആത്മാവിലെ ഈ സന്തോഷത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മുടെ വിഷയസുഖങ്ങളിലുള്ള ആഗ്രഹമാണ്. തനിക്ക് സന്തോഷം നൽകുന്ന, സുഖം നൽകുന്ന ആ വസ്തു തന്നിൽ നിന്ന് അന്യമല്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാകുമ്പോൾ അയാൾക്ക് ആ സംതൃപ്തിയും ആനന്ദവും ഒക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരാൾക്ക് ദുഃഖഭീതിയോ അല്ലെങ്കിൽ സുഖത്തിൽ ആഗ്രഹമോ ഒന്നും ഉണ്ടാകില്ല. അയാൾ നിത്യതൃപ്തനും ഇന്ദ്രിയ സുഖങ്ങളിലൊന്നും ലവലേശം ആഗ്രഹമില്ലാത്തവനും ആത്മാനന്ദം അനുഭവിക്കുന്നവനും ആയിരിക്കും. ഈ സ്ഥിതപ്രജ്ഞന്റെ നിർവചനങ്ങൾ തന്നെയാണ് ഇനി വരുന്ന ഒരു 18 ശ്ലോകങ്ങളിൽ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വായിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ